തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ മഴ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതും നിലവിൽ. ശാലിനി ചേരുകയാണ്. ശാലിനി, കൊല്ലത്തെ വിവരങ്ങളായിരുന്നു പ്രജിത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. തലസ്ഥാനത്തും ഇപ്രകാരം നിർത്താതെ മഴ പെയ്യുകയാണ് രാത്രി മുതൽ തന്നെ. ഇനി മഴ മുന്നറിയിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി വേണം. അനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അതിരൂക്ഷമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. തലസ്ഥാനത്ത് ശക്തമായ മഴ എന്നതിനപ്പുറം ഇടവിട്ട് ശക്തിയായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ പെയ്യുന്ന പ്രതിഭാസമാണ് തിരുവനന്തപുരം ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 മണിയോടുകൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പ് വരുമ്പോൾ 6 ജില്ലകൾക്കാണ് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ഔദ്യോഗികമായി വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഒപ്പം തന്നെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകൾക്ക് ശക്തമായ മഴ ലഭിക്കുമെന്നുള്ള യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നു. ശക്തമായ കാറ്റ് 30 മുതൽ 60 കിലോമീറ്റർ വരെ ശക്തമായ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. കാലവർഷം എത്താനുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഴ എന്നുള്ളതാണ് കാലാവസ്ഥാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കന്യാകുമാരി, മാലിദ്വീപ്, ആൻഡമാൻ മേഖലകളിലേക്ക് കാലവർഷം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും അതിന്റെ ഒരു കാറ്റും ശക്തി കൂടാനുള്ള സാധ്യതകളും കാലവർഷം എത്താനുള്ളതിന് മുൻപോടിയായിട്ടുള്ള മഴയും സംസ്ഥാന വ്യാപകമായി ലഭ്യമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും മഴ ശക്തി ആർജിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നിലവിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഒരു ജില്ലകൾക്കും വരുന്ന 5 ദിവസത്തേക്ക് നൽകിയിട്ടില്ല. എങ്കിൽ പോലും ഉച്ചയോട് വരുന്ന മഴ മുന്നറിയിപ്പിൽ കാര്യമായ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. നാളെയും പത്തനംതിട്ട മുതൽ എറണാകുളം വരെയും തൃശൂർ ജില്ലയിലും ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1-ാം തീയതി വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. 31-ാം തീയതിയോടുകൂടി കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്നുള്ള പ്രവചനം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. അതേസമയം തന്നെയാണ് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് സമാനമായി ഈ വെള്ളക്കെട്ടും അപകടങ്ങളും ഒക്കെ തന്നെ തലസ്ഥാന ജില്ലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 5:30 തിരുവനന്തപുരം വർക്കല പാപനാശം ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്ന് ഇടിഞ്ഞു എന്നുള്ളതാണ് വർക്കല മേഖലയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തും മുന്നിലുമായാണ് കുന്നുകൾ ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ മഴയത്തും, അതായത് 2 ദിവസം മുൻപുണ്ടായ മഴയത്തും ക്ലിഫിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴുന്ന സാഹചര്യം വർക്കലയിൽ ഉണ്ടായിരുന്നു. ചെറിയ ഗർത്തങ്ങൾ ഈ കുന്നിന് മുകളിലായി രൂപപ്പെട്ടത് കാര്യമായി തന്നെ അധികൃതർ എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ഇതും അപകടത്തിന് കാരണമാകുന്നുണ്ട് എന്നുള്ള പ്രാഥമികമായ വിലയിരുത്തൽ കൂടി ഈ മണിക്കൂറിൽ വരികയാണ്. പക്ഷേ നിലവിൽ അപകടത്തിൽ ആളുകൾക്ക് അപായമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിക്കുകളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വർക്കലയിൽ നിന്ന് ഈ മഴക്കാലത്ത് വരുന്ന ഒരു ആശ്വാസത്തിന്റെയും ആശങ്കയുടെയും വാർത്ത എന്നുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ നെയ്യാറ്റിൻകര മേഖലയിലും മഴക്കെടുതി രൂക്ഷമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ പ്രാദേശിക ലേഖകർ നൽകുകയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മതിൽ തകർന്ന് ക്ഷേത്രത്തിന് തന്നെ ആറ്റിൽ പതിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായ മഴയിലാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞത്. ഒപ്പം ചുറ്റുമതിലിന്റെ ബാക്കി ഭാഗവും അപകടാവസ്ഥയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നെയ്യാറ്റിൻകര മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ. കനത്ത മഴയിൽ പാലിയോട് ആവണംകോട് മേഖലയിലെ ചില വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. അവിടെ ആവണംകോട് മേഖലയിലെ ഒരു മോഹനചന്ദ്രന്റെ വീട്ടിൽ മരം വീണിട്ടുണ്ട്. വീട് ഭാഗികമായി തകർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. പക്ഷെ ആളപായമില്ല എന്നുള്ളൊരു ആശ്വാസം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇനി കാലവർഷം വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ശക്തമായ കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും ഈ മണിക്കൂറിൽ നൽകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വേനൽ മഴയിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 2 ദിവസമായ വെള്ളക്കെട്ടിന് ചെറിയ ശമനം ഉണ്ട് എങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ വെള്ളക്കെട്ടും രൂക്ഷമാകാനുള്ള സാഹചര്യം തലസ്ഥാന ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ സ്മാർട്ട് റോഡ് നിർമ്മാണവും സ്മാർട്ട് റോഡുകളുടെ സമീപത്തുള്ള ഓടകളും കുഴികളും ഒക്കെ ഇപ്പോഴും അതേപടി തന്നെ കിടക്കുകയാണ്. നിന്ന് മഴ പെയ്താൽ വെള്ളക്കെട്ടിനുള്ള സാഹചര്യം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകാനുള്ള പാപനാശത്ത് നിന്ന് കൂടുതൽ അപ്ഡേഷൻസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ശാലിനി തന്നെ പറഞ്ഞ പോലെ ബലിമണ്ഡപത്തിന്റെ സമീപത്തേക്ക് ഒന്നിടിഞ്ഞതിനെ തുടർന്ന് അവിടെ ഉണ്ടായ അപകട സാധ്യത, ഇത് ഈ ബലിതർപ്പണം താൽക്കാലികമായി ദേവസ്വം ബോർഡ് അധികൃതർ നിർത്താൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട്. ഇപ്പോഴും ബലിതർപ്പണം നടത്താൻ വരുന്ന ഭക്തജനങ്ങളുടെ തിരക്കാണ്. നാട്ടുകാരും ദേവസ്വം അധികൃതരും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി വർക്കയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.
തീർച്ചയായും അനു, അത്തരത്തിലുള്ള ചില വാർത്തകൾ കൂടി വാർക്കലയിൽ നിന്ന് വരികയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ 5:30 കൂടിയാണ് ഈ സംഭവം അവിടെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അതിനുശേഷം അവിടെ വെളിവിടാൻ നൂറുകണക്കിന് ആളുകളാണ് ഈ രാവിലെ ആ സമയത്തൊക്കെ വന്നത്. ഇപ്പോഴും തുടർച്ചയായി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാക്കുന്നില്ല അധികൃതർ എന്നുള്ള വിമർശനം കൂടി സാധാരണക്കാരുടെ ജനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പുലർച്ചെ മണ്ഡപം തുറക്കാനെത്തിയ ജീവനക്കാരാണ് ഈ അപകടം നടന്ന സംഭവം ആദ്യം അറിയുന്നത്. പക്ഷേ അതിനുശേഷം സ്വീകരിക്കേണ്ട നടപടികൾ ഒന്നും തന്നെ അവിടെ കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഭാഗത്ത് വരുന്നുണ്ട്. വളരെ ദുർബലമായ കുന്നാണ് ഈ പാപനാശം ബലിമണ്ഡപത്തിന് സമീപത്തായി ഉള്ളത്. സ്വാഭാവികമായും അതിന്റെ ഉൾഭാഗം ഏത് സാഹചര്യത്തിലാണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ, അത്തരത്തിൽ ഉണ്ടാകാൻ സാധ്യതകൾ ഉണ്ടെങ്കിൽ ഏർപ്പെടുത്തേണ്ട നിയന്ത്രണങ്ങൾ ഇതൊന്നും തന്നെ അവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ മഴ ദിവസങ്ങളിൽ അവിടെ കുന്നുകൾ ഇടിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അഗാധമായ ഗർത്തങ്ങൾ ആ മേഖലയിൽ ഉണ്ടായപ്പോൾ അത് മണ്ണിട്ട് മൂടി അധികൃതർ അത്തരത്തിൽ അത് ഒളിക്കാൻ ശ്രമിച്ച സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ സാധാരണ ആളുകളുടെ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിന്റെ വിശ്രമമുറി അവിടെയുണ്ട്, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വിശ്രമമുറിയുണ്ട്. ഇതൊക്കെ നിൽക്കുന്ന ഒരു മേഖലയിൽ തന്നെ, അതായത് നിരന്തരം ഒരുപാട് സമയം അവിടെ ആളുകൾ തങ്ങുന്ന ഒരു മേഖലയിലാണ് ഇത്തരത്തിലൊരു വലിയ അപകടം പതിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ കാര്യമായ ഇടപെടൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പോലും എടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ അതിൽ മാറ്റം ഉണ്ടാകും, നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ശക്തമായ മഴയാണ് തെക്കൻ കേരളത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. മലയോര മേഖലകളിലേക്ക് അടക്കമുള്ള യാത്രകൾക്ക് പൂർണ്ണമായും വിലക്ക് ഈ മണിക്കൂറിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ പൊന്മുടി ഇക്കോ ടൂറിസം അടക്കം അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നോടെ അത് തുറന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മഴ ശക്തമാവുകയാണെങ്കിൽ വീണ്ടും പൊന്മുടി അടക്കം തീർച്ചയായും ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.